ആഘോഷപ്രിയനായി വാഴുന്ന പുലിയന്നൂർ മഹാദേവനെ കരമുയർത്തി വണങ്ങി ആനയൂട്ട് കൂടുവാനിതാ വേണാട്ടുമറ്റത്തെ കൺമണി കടന്നു വരുന്നു. വടക്കൻ ഭാരത ഭൂമിയുടെ വിരിമാറിൽ നിന്നും വശ്യ സൗന്ദര്യത്തിന്റെ വെന്നിക്കൊടി വീശി കടന്നു വന്നവൾ, മലയാളക്കര കൊതിക്കുന്ന സൗന്ദര്യം കൊണ്ട് ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന സൗന്ദര്യം, തറവാടിത്തവും സ്വഭാവ മഹിമയും കൊണ്ട് അരങ്ങുകളിൽ ശ്രദ്ധേയമായ ആവേശം നിറനിറയ്ക്കുന്ന പിടിയാന ചന്തമിത, സഹ്യകുലത്തിന്റെ ഗന്ധർവന്മാർ വരെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന സൗന്ദര്യധാമമിത, തന്റെ പ്രിയ സാരഥിമാർ ഒളസ അമലിന്റെയും കൊല്ലപ്പള്ളി അനീഷിന്റെയും കൈകൾ പിടിച്ചു കടന്നു വരുന്നു. ഹരിനാരായണ പ്രിയ ഗജറാണി വേണാട്ടുമറ്റം കല്യാണിക്കും സാരഥിമാർക്കും പേരുകേട്ട താരങ്ങൾ മാത്രം തിടമ്പേറ്റ് നിന്നിട്ടുള്ള മണ്ണിലേക്ക് ആനയൂട്ട് കൂടുവാനിതാ കടന്നു വരികയാണവനും. വടക്കൻ വനാന്തര ശോഭയുടെ വിരിമാറിൽ നിന്നും അജയ്യതയുടെ പോരാട്ട വീര്യം കൂടി കടന്നു വരികയാണവൻ. അഴകിന്റെ മഴമുകിൽ വർണ്ണന്മാർ അടിമുടി അരങ്ങു പാടുന്ന മലയാളക്കരയുടെ കരുത്തുറ്റ വീരതാരകം, വടക്കൻ തട്ടകങ്ങളിൽ വരെ തന്റെ പാദമുദ്ര പതിപ്പിച്ച് പകിട്ടുള്ള പാലകാപ്യ പ്രമാണി, പുതുമയുള്ള വേദികൾ തന്റെ വീതിയിൽ ഉണ്ടാകണമെന്ന വാശിയുമായി പൂരഭൂമികൾ ധരിക്കുന്ന വേറിട്ട സൗന്ദര്യം, തന്റെ സാരഥി ജയന്റെ കയ്യം പിടിച്ച് പുലിയന്നൂർ തേവരെ വണങ്ങി ആനയൂട്ടിലേക്ക് കടന്നു വരികയാണവൻ. ഗജകേസരി വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടി ആവനാടിയിൽ തന്റെ വജ്രായുധങ്ങൾ ഒരുക്കി വെച്ച ആവേശത്തിന്റെ മഹാപ്രതിഭയുമായി വരികയാണവൻ. ഹിമപർവങ്ങളും ഗിരിശൃംഖങ്ങളും കാവൽ നിൽക്കുന്ന മലനിരകൾ കടന്ന് മലയാള മണ്ണിൽ കാലുകുത്തിയവൻ, വാസിയുടെ അസ്ത്രം കയ്യിലെടുത്തവർ, വൻമരങ്ങൾ പോലും തനിക്കെതിരാളിയല്ലെന്ന് തെളിയിച്ചവൻ, താരങ്ങൾക്ക് ആവേശ സ്വീകരണം നൽകുന്ന മണ്ണിലേക്ക് അക്ഷരനഗരിയുടെ മണ്ണിലെ അനിശ്ചിതനായ പോരാളി, വീരന്മാർ നെഞ്ചു പിരിച്ചു നിൽക്കുന്ന തോട്ടേക്കാട്ടുനാടിന്റെ കണ്ണിലുള്ളി, ചെന്നെത്തുന്ന വേദികളിലെല്ലാം തന്റെ അഴക് കാട്ടി ആരാധക ഹൃദയങ്ങൾ കീഴടക്കുന്ന രാജകേസരി, അതെ ഗജമായി ഭൂമിയിൽ പിറവി കൊണ്ടവർ കൊതിക്കുന്ന വേറിട്ട സൗന്ദര്യത്തിന്റെ നേർരൂപം, സൗമ്യതയുടെയും ശാന്തതയുടെയും നേർവാക്കായി ആന കേരളത്തിന് അഭിമാനമാകുന്ന ഗജരാജൻ ഇവൻ വരികയാണ്. തന്റെ പ്രിയ സാരഥി നെത്തല്ലൂർ സരുണിന്റെ കയ്യും പിടിച്ചുകൊണ്ടവൻ, അക്ഷരനഗരിയുടെ ആവനാടിയിലെ സൗകുമാര്യത്തിന്റെ ആനരൂപം, ഗജേന്ദ്ര സേനാപതി തോട്ടൈക്കാട്ടു കണ്ണൻ. വെല്ലുവിളികളുടെ പാഴ്സരങ്ങളും വിമർശനങ്ങളുടെ ഇല്ലാ കഥകളും തെല്ലും വില പോകില്ലെന്ന് പാടെ തെളിയിച്ച വില്ലാളി വീരൻ, വളർച്ചയുടെ പടവുകളിൽ വസന്തമായി ചരിത്രം കൂടെയുള്ള ഗജസേനാനീത, താരങ്ങളും രാജാക്കന്മാരും പിറവികൊണ്ട മലയാളക്കാടിന്റെ മടിത്തട്ടിൽ അവതാരമായി തന്റെ നാടൻ സഖ്യപുത്രൻ അവതരിക്കുകയാണ്. അഴക് കോരിച്ചൊരിഞ്ഞ മണ്ണിനോട് വിട പറഞ്ഞ കൊല്ലത്തിന്റെ തട്ടകത്തിൽ പേരുകേട്ട പരമൂരിൽ നീണ്ടനാൾ വാണവൻ. നിയോഗങ്ങളുടെ കാലചക്രം പലകുറി തിരിഞ്ഞപ്പോഴും പരമൂർ പുറ്റിങ്കൽ ഭഗവതി ഏറി എഴുന്നള്ളിയ പീഠം, പവിഴം തോൽക്കും അഴകിന്റെ മഹിമ തെക്കൻ മലയാളത്തിന് പകരം വയ്ക്കാനില്ലാത്ത താരമായി മാറി ആന ചന്തമിത, കാലത്തിനോട് തന്നെ അനുവാദം വാങ്ങി തിരുവൈക്കത്തെത്തി ഗജരാജനിത, തന്റെ പ്രിയ സാരഥി പള്ളിപ്പുറം ബാബുവേട്ടന്റെ കയ്യും പിടിച്ചു വരികയാണവൻ. സഖ്യകേസരി വേമ്പനാട് വാസുദേവൻ, ആണുങ്ങളിൽ ആണുങ്ങൾ പിറന്ന മലയാള മണ്ണിൽ ആവേശത്തിന്റെ ഗജരൂപം കൊണ്ട് പിറവിയെടുത്തവൻ, കാലമേറെ കാലങ്ങൾക്ക് മുന്നേ കോട്ടയം മണ്ണിലേക്ക് വന്നെത്തി കുറിച്ചിത്താനം കാഞ്ഞിരക്കാട്ട് മനയ്ക്ക് സ്വന്തമായവൻ, അഴകിന്റെ നായകനും മാഠ്യകുലപതിയും അരങ്ങിൽ വാഴുന്ന നാളുകളിൽ തന്നെ പേരെടുത്ത വീരതാരകം, ആർക്കും മുന്നിലും അടിയറു വച്ച രീതികളും ശൈലികളും തനിക്കില്ലെന്ന് പറയാതെ പറയുന്നവൻ ഇവൻ. അതെ, ആഗ്രഹ സഫലീകരണത്തിന്റെ മൂർത്തിയായി നമശിവായ പൊരുൾ വാഴുന്ന പുലിയന്നൂരിൽ ആനപ്രേമി സംഘം പുലിയന്നൂർ ഒരുക്കുന്ന ആനയോട്ട് കൂടുവാൻ സാരഥി അടിവാരം ബിജുവിന്റെ കയ്യും പിടിച്ചു വരികയാണവൻ. ഗജരാജകുലപതി ഗജരത്നം കാഞ്ഞിരക്കാട്ടു ശേഖരൻ, സൂര്യപ്രഭ എന്നത് കേരളക്കരയ്ക്ക് സമ്മാനിച്ച എണ്ണം പറഞ്ഞ തമ്പുരാൻ, ആഢ്യത്വം തന്റെ മുഖശ്രീയിലുണ്ടെന്ന് ഇഹലോക മലയാളത്തെ കാണിച്ചു കൊടുത്തവനിത, താൻ കയറാത്ത വേദികളും താൻ നടം പടക്കാത്ത മണ്ഡലങ്ങളും ഇല്ലെന്ന് മലയാള മണ്ണിൽ തെളിയിച്ചവൻ. അതെ, മലകൾ കയറി പണിത തടിമിടുക്കും മലയാളക്കര സ്വീകരിച്ച എഴുന്നള്ളിപ്പ് ചിന്തയും കൊണ്ട് രാജാവായ ശേഖരനിത, ഇളംകുളം വാഴുന്ന ശ്രീ ധർമ്മശാസ്താവിനെ ഇടതടവില്ലാതെ സേവിച്ച കളമകേസരി പട്ടം ചൂടിയവൻ, ആഘോഷപ്രിയനായ പുലിയന്നൂർ തേവരെ തൊഴുതു വണങ്ങി ആനയൂട്ട് കൂടുവാൻ വരികയാണവൻ. നിലയ്ക്കാ
ഇരുമണ്ണിൽ ആനപ്രേമി സംഘം പുലിയന്നൂർ ഒരുക്കുന്ന ആനയോട് കൂടുവാൻ അക്ഷര നഗരിയുടെ ഗജവസന്തം. ചങ്കൂറ്റമെന്ന വാക്കിനും ചങ്കുറപ്പുള്ള രീതിക്കും പര്യായമായ ആനക്കേരളം വാഴ്ത്തിപ്പാടുന്ന നാമധേയം. ചുവടുറപ്പിച്ച നാൾ മുതൽ ചരിത്രം കണ്ട പേരിൽ കുറിച്ച് ശീലിച്ച ചങ്കൂറ്റത്തിന്റെ പര്യായം. അടിപതറാത്ത ആവേശവും അടിയുറച്ച ആണത്വവും തന്റെ മാത്രം ശൈലിയെന്ന് തെളിയിച്ചു കൊടുത്തവൻ. വെല്ലുവിളികളുടെ കൊട്ടാരങ്ങളെ ഒട്ടും ഭയക്കാതെ ചങ്കൂറ്റം കൊണ്ട് നേരിട്ട് നേട്ടങ്ങൾക്കുടമയായവൻ. നേരിട്ട് പോരാടാൻ ആരും ഭയക്കുന്ന നേരും നെറുവുമുള്ള വീരപൗരുഷം. അതെ, ഇവനാവോളം താരങ്ങൾക്കിടയിൽ ആനക്കോട്ടയത്തിന്റെ നാമം പ്രതിഫലിപ്പിച്ചു ശീലിച്ചവൻ. നാഗംപാടത്തെ മഹാദേവന്റെയും നക്കര കുന്നിലെ ദേവരുടെയും ആരേമൽ പുത്രൻ. ഏറ്റുമാനൂരപ്പന്റെ തണലിൽ ഏറ്റവും മികച്ചതായി മാറിയ ഗജവസന്തം. പൂരനഗരിയുടെ സാമ്രാജ്യത്തിൽ അക്ഷരനഗരിയുടെ നാമം കോറിയിട്ടവൻ. വള്ളുവനാടിന്റെ അകത്തളങ്ങളിൽ അംഗചേകവന്മാർ പോലും ഭയക്കുന്ന പോരാട്ടം കാഴ്ചവെച്ചവൻ. കുന്നംകുളം പെരുന്നാളുകളെ കാൽക്കീഴിൽ ഭരിക്കുന്ന ഉന്നത കുലജാതൻ. നാടുപാടികളെ ആരതിയൊഴിഞ്ഞോള്, നാടുപാടുവാൻ ഇതാ നാരായണൻ കുട്ടി വരികയാണ്. നായകത്വം തന്റെ ശൈലിയെന്ന് നാടെന്നും തെളിയിച്ച നാരായണൻ കുട്ടി. നട്ടല് വളച്ച ചരിത്രം തന്റെ ജീവിത രേഖയില്ലെന്ന് അടിവരയിട്ട് പറയുന്ന നാരായണൻ കുട്ടി. നാടെന്നും അലയടിച്ച ആവേശത്തിലും നാവുകൾ പറഞ്ഞ ചരിത്രത്തിലും നായകനായ നാരായണൻ കുട്ടി. ഇതാ തന്റേതായ പാതകൾ ധീരമായി തന്നെ എടുക്കുന്ന സാരഥി. വാടാനപ്പള്ളി ജിഎസിന്റെ കൈയും പിടിച്ച് കടന്നു വരുന്ന നാരായണൻ കുട്ടി. 2 വയസ്സിന്റെ ബാല്യവും യുഗങ്ങളിലേക്കുള്ള നിയോഗവുമായി ഗുരുവായൂരപ്പന്റെ മതിലകം കടന്ന് നടയിരുത്തിയപ്പെട്ടവൻ. വനമാല ചാട്ടി സ്വീകരിച്ച ഭഗവാന്റെ നാമം മലയാള മതിലകത്ത് പ്രതിഫലിപ്പിക്കുവാൻ പിറവി കൊണ്ടവൻ. യുഗപ്പിറവികളെ നെഞ്ചോട് ചേർന്ന ചരിത്രമുള്ള പുന്നത്തൂർ കോട്ടയിൽ വല്യേട്ടന്മാരുടെ പിൻഗാമിയായി വിലസി നടന്നവൻ. കാലം കഴിഞ്ഞപ്പോൾ കണ്ണന്റെ ശീവേലിയുടെ തുലകം ഭരിക്കുവാൻ ഇറങ്ങിയവൻ. അതെ, ആര് കണ്ടാലും കണ്ണറെ ആരാധിക്കുന്ന കരുത്തുറ്റ പാരമ്പര്യവും കൂടി അവതരിക്കുന്നു. ആ ഗോപാല സതീർത്ഥ്യൻ ഗുരുവായൂർ അമ്പല നടയിൽ നിന്നും പുതുകാലത്തിന്റെ ആവേശം നുകർന്നവൻ. നിയോഗമെന്ന 3 അക്ഷരം കൊണ്ട് ആനക്കേരളത്തിന്റെ ഇതിഹാസമാകുന്നവൻ വരികയാണ്. തന്റെ പ്രിയ സാരഥി പാറശ്ശേരി രാധാകൃഷ്ണന്റെ കയ്യും പിടിച്ച് ആനയൂട്ടിന്റെ ആവേശത്തിലേക്ക് ഗുരുവായൂരപ്പന്റെ കൺമണി. ആനയോട്ടത്തിൽ ഒന്നാമനായി ഭഗവാന്റെ സ്വർണ്ണധ്വജം തൊട്ട വില്ലാളി വീരൻ ഗജകുലഭദ്രം നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഗോകുൽ. അന്ന് വടക്കൻ മഴക്കാടിന്റെ മടിത്തട്ടിൽ നിന്നും ഇന്ന് മലയാള മണ്ണിന്റെ നിറവസന്തമാകുവാൻ കടന്നു വന്ന ഉശിരൻ ഗജപ്പിറവി. ഉലകം ധരിക്കാൻ ഉറച്ച ശരീരവുമായി ഇറങ്ങിയപ്പോൾ ഉയരത്തെളിമയലങ്കാരമായി ചൂടിയ ഉത്തമ ചക്രവർത്തി. എതിർവാക്കുകളില്ലാത്ത ആവേശ പ്രകമ്പനം ഏത് മണ്ണിന്റെ മടിത്തട്ടിലും സമ്മാനിക്കുവാൻ തീരെ മടിയില്ലാത്തവൻ. മുട്ടു നിൽക്കാൻ കൊതിച്ചവരെല്ലാം മുട്ടുവിറയ്ക്കാതെ തന്നോളം എത്തില്ലെന്ന് പലകുറി തെളിയിച്ചവൻ. മുന്നഴകിലും പിന്നഴകിലും ഒന്നാമനായി ആകാര സൗന്ദര്യത്തിന്റെ ആവേശ പ്രപഞ്ചം തീർക്കുന്നവൻ. അതെ, വരികയാണ് വേദികളിൽ നിന്നും വേദികളിലേക്ക് ആളിപ്പടരുന്ന ഗജതീഷ്ണതയുടെ നേർരൂപം. അഭ്രപാളിയുടെ അരങ്ങിൽ ആരും രചിക്കാത്ത ചരിത്രങ്ങൾ കുറിക്കുവാൻ ഒരുങ്ങുന്നവൻ. കുറുകെ വന്നവർക്കും കൂടെ നിന്ന് വെല്ലുവിളിച്ചവർക്കും കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തു ശീലിച്ചവൻ. അതെ, ഇവൻ പാപ്പാലപ്പറമ്പിലെ പത്തരമാറ്റ് തിളക്കമുള്ള പാലകാപ്യ പ്രമാണി. കുഞ്ചാറ്റമപ്രിയ മാതംഗ മാണിക്യം. ഈ ഭഗുല രാജകേസരി ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. അഭിമാനമായി നിലകൊള്ളുന്ന കുറുപ്പുകെട്ടിന്റെ മഹിമയിൽ പ്രിയ സാരഥിമാർ മണിമല വിനുവിന്റെയും കുരുത്തി വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചു വരികയാണ് സാധു. അതെ, അടൽ തീർക്കുന്ന കണ്ണന് കാണിക്കയായി അളകാപുരി ഹോട്ടൽ സമർപ്പിച്ച അതിസുന്ദര ഗജരൂപം ഇതാ. ലക്ഷണശാസ്ത്രങ്ങളുടെ പെരുമയിലും പെരുക്കത്തിലും ഒന്നാമനായി ഗുരുവായൂർ അമ്പല മതിലകം വാഴുന്ന ഗജകാർവർണ്ണൻ. തികഞ്ഞ സൗന്ദര്യത്തിന്റെയും തികവെഴുന്ന ശാരീരിക പെരുമയുടെയും മകുടോദാഹരണമായ മാതംഗ ശ്രീമാൻ. അതെ, ഇവൻ ചരിത്രം തിരുത്തിക്കുറിച്ച് ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം ശിരസിലെത്തിയ ഗജമഹിമയുടെ നേർരൂപം. ഏകാദശി വിളക്കിന്റെ പ്രഭയിൽ ശിരസിലെത്തിയ കണ്ണനെ